കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ് എന്താണെന്ന് നോക്കി. ഇന്ന് നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് തിയറംസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിയറം, ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ വിത്ത് റിയൽ നമ്പർ എൻട്രീസ്, A plus A transpose is a symmetric matrix and A minus A transpose is a skew symmetric matrix. റിയൽ നമ്പർ എൻട്രീസോട് കൂടിയ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എ എടുത്താലും എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്ത് കിട്ടുന്നത് ഓൾവേസ് ഒരു സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് കിട്ടുന്നത് ഓൾവേസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 2 1 4 3. ഏത് സ്ക്വയർ മെട്രിക്സ് വേണമെങ്കിലും എടുക്കാം, പക്ഷെ അതിലത്തെ എൻട്രീസ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇവിടെ ഇതിലത്തെ എലമെന്റ്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റിയൽ നമ്പർ എൻട്രീസോട് കൂടിയ ഏതൊരു സ്ക്വയർ മെട്രിക്സ് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ആദ്യം എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോൾ ആക്കിയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. 2 1. സെക്കൻഡ് റോ സെക്കൻഡ് കോൾ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. 4 3. ഇനി നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസും എ മൈനസ് എ ട്രാൻസ്പോസും കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഈ രണ്ട് മെട്രിസസും കൂടി ആഡ് ചെയ്യണം. 2 plus 2 4, 1 plus 4 5, 4 plus 1 5 and 3 plus 3 6. ഇനി നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. സോ എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഈ രണ്ട് മെട്രിസസും സബ്ട്രാക്ട് ചെയ്യണം. സോ 2 minus 2 0, 1 minus 4 minus 3, 4 minus 1 3, 3 minus 3 0. അപ്പോൾ നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസും എ മൈനസ് എ ട്രാൻസ്പോസും കണ്ടുപിടിച്ചു. അപ്പം ഇവിടെ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലേ? എന്താണ് സിമെട്രിക് മെട്രിക്സ് എന്ന് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഡയഗണൽ എലമെന്റ്സ് ഏത് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സിമെട്രിക് മെട്രിക്സിന്റെ കേസിൽ ഡയഗണൽ എലമെന്റ്സ് ഏത് വേണമെങ്കിലും വരാം. നോൺ ഡയഗണൽ എലമെന്റ്സ് എഴുതുമ്പോൾ ഇപ്പൊ ഇവിടെ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അതായത് A12. ആ A12 എന്ന് പറയുന്ന അതേ എലമെന്റ് വേണം A21 പൊസിഷനിലും വരാൻ. അതായത് ഇവിടെ രണ്ട് എലമെന്റ്സും 5 ആണ് അല്ലെ? A12 എന്ന് പറയുന്ന സെയിം എലമെന്റ് തന്നെയാണ് A21. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് കിട്ടിയ ഈ മെട്രിക്സ് ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. നമ്മൾ പറഞ്ഞു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? എല്ലാം 0 ആയിരിക്കും. ഇവിടെയും എല്ലാ ഡയഗണൽ എലമെന്റ്സും 0 ആണ്. ആൻഡ് നോൺ ഡയഗണൽ എലമെന്റ്സിൽ ഇവിടെ, അതായത് A12 എന്ന് പറയുന്ന എലമെന്റിന്റെ നെഗറ്റീവ് ആയിരിക്കണം A21ന്റെ അവിടെ. അതായത് ഇവിടെ A12 എന്ന് പറയുന്നത് -3 ആണ്, അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ +3 ആണ് A21 എന്നുള്ള എലമെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എ എടുക്കുകയാണെങ്കിലും എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്ത് കിട്ടുന്നത് ഓൾവേസ് ഒരു സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ഓൾവേസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. അപ്പൊ അതാണ് ഫസ്റ്റ് തിയറത്തിൽ പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് തിയറം നോക്കാം. എനി സ്ക്വയർ മെട്രിക്സ് can be expressed as the sum of a symmetric and a skew symmetric matrix. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക്
സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രീസസിന്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് A is equal to 1, 3, 7, 9. ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. A ട്രാൻസ്പോസ് ഈക്വൽ ടു ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോൾ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. സെക്കൻഡ് റോ സെക്കൻഡ് കോൾ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് A പ്ലസ് A ട്രാൻസ്പോസും A മൈനസ് A ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് A പ്ലസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു ഈ രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്യണം. 1 പ്ലസ് 1 2, 3 പ്ലസ് 7 10, 7 പ്ലസ് 3 10, 9 പ്ലസ് 9 18. ഇനി A മൈനസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. സോ A മൈനസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു ഈ രണ്ട് മെട്രിക്സസ് സബ്ട്രാക്ട് ചെയ്യുക. 1 മൈനസ് 1 0, 3 മൈനസ് 7 മൈനസ് 4, 7 മൈനസ് 3 4, 9 മൈനസ് 9 0. ഇനി നമ്മൾ തിയറം 1 കണ്ടു A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ A പ്ലസ് A ട്രാൻസ്പോസ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ഓൾവേസ് സിമ്മട്രിക് മെട്രിക്സും A മൈനസ് A ട്രാൻസ്പോസ് ചെയ്ത് കിട്ടുന്നത് ഓൾവേസ് ഒരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സും ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ A പ്ലസ് A ട്രാൻസ്പോസ് ചെയ്ത് കിട്ടിയ ഈ മെട്രിക്സ് സിമ്മട്രിക് ആണ്, സിമ്മട്രിക് മെട്രിക്സ് ആണ്. അതുപോലെ A മൈനസ് A ട്രാൻസ്പോസ് ചെയ്ത് കിട്ടിയത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് മെട്രിക്സിനെ, അതായത് A പ്ലസ് A ട്രാൻസ്പോസ് ചെയ്ത് കിട്ടിയ ഈ മെട്രിക്സിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1/2 ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മെട്രിക്സ് 2, 10, 10, 80 which is equal to ഈ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1/2 ഇൻറ്റു 2 1, 1/2 ഇൻറ്റു 10 5, 1/2 ഇൻറ്റു 10 5, 1/2 ഇൻറ്റു 18 9. കിട്ടിയ മെട്രിക്സ് സിമ്മട്രിക് മെട്രിക്സ് അല്ലേ? നമുക്കറിയാം സിമ്മട്രിക് മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് എന്ത് വേണമെങ്കിലും വരാം. ബാക്കി നോൺ ഡയഗണൽ എലമെന്റ്സ് എടുക്കുമ്പോൾ A12 എന്ന് പറയുന്ന എലമെന്റ് തന്നെ ആയിരിക്കണം A21. ഇവിടെ നോക്കുകയാണെങ്കിൽ A12 എന്ന് പറയുന്ന എലമെന്റ് 5 ആണ്, A21 എന്ന് പറയുന്ന എലമെന്റും 5 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സിമ്മട്രിക് മെട്രിക്സ് ആണ്. അപ്പോ A പ്ലസ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും എന്ന് നമ്മൾ തിയറം 1 തന്നെ പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് A പ്ലസ് A ട്രാൻസ്പോസിന്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സും സിമ്മട്രിക് മെട്രിക്സ് ആയിട്ട് തന്നെയാണ് കിട്ടിയത്. ഇനി ഇതേപോലെ നമുക്ക് A മൈനസ് A ട്രാൻസ്പോസ് ഈ മെട്രിക്സിനെയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ 1/2 ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0 മൈനസ് 4 4 0 ഈക്വൽ ടു ഇതിലത്തെ ഓരോ എലമെന്റിനെയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1/2 ഇൻറ്റു 0 0, 1/2 ഇൻറ്റു മൈനസ് 4 മൈനസ് 2, 1/2 ഇൻറ്റു 4 2, 1/2 ഇൻറ്റു 0 0. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഈ ഒരു മെട്രിക്സ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് ഓൾവേസ് 0 ആയിരിക്കും. ഇവിടെയും ഡയഗണൽ എലമെന്റ്സ് 0 ആണ്. ആൻഡ് A12 എന്ന് പറയുന്ന എലമെന്റിന്റെ നെഗറ്റീവ് ആയിരിക്കണം A21 എന്ന് പറയുന്ന എലമെന്റ്. അപ്പൊ ഇവിടെ A12 എന്ന് പറയുന്നത് -2 ആണ്, അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ +2 ആണ് A21 എന്ന് പറയുന്ന എലമെന്റ്.
അതുകൊണ്ട് തന്നെ 1/2 into A minus A ട്രാൻസ്പോസ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി നമുക്ക് ഈ രണ്ട് മെട്രിക്സസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് 1/2 into A plus A ട്രാൻസ്പോസും 1/2 into A minus A ട്രാൻസ്പോസും ഈ രണ്ട് മെട്രിക്സസും ആഡ് ചെയ്യാം. ഈക്വൽ ടു 1/2 into A plus A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മെട്രിക്സ് 1 5 5 9 പ്ലസ് 1/2 into A minus A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മെട്രിക്സ് 0 minus 2 2 0. ഈ രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1 plus 0 1 5 plus minus 2 3 5 plus 2 7 9 plus 0 9. ഇതെന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത A എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ, which is equal to A. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എനെയും നമുക്ക് എങ്ങനെ എഴുതാം? A is equal to 1/2 into A plus A transpose plus 1/2 into A minus A transpose. അപ്പൊ ഇവിടെ 1/2 into A plus A transpose എന്ന് പറയുന്നത് സിമ്മട്രിക് മെട്രിക്സും 1/2 into A minus A transpose എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സും ആണ്. അപ്പൊ ഇതാണ് തിയറം 2 പറയുന്നത്. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എനെയും നമുക്ക് സിമ്മട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ട് തിയറംസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെട്രിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എലമെന്ററി ഓപ്പറേഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ്. അപ്പൊ ഇവിടെ 6 എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 3 റിലേറ്റഡ് ടു റോസും 3 റിലേറ്റഡ് ടു കോളംസും ആണ്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ റോ ട്രാൻസ്ഫോർമേഷൻ, ദ ഇന്റർചേഞ്ച് ഓഫ് എനി 2 റോസ്. അതായത് ഒരു മെട്രിക്സിനകത്തുള്ള ഏതെങ്കിലും 2 റോസിന്റെ ഇന്റർചേഞ്ച്, അതാണ് ആദ്യത്തെ റോ ട്രാൻസ്ഫോർമേഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. A is equal to matrix 2 1 3 4 5 2 8 2 7. അപ്പൊ ഈ മെട്രിക്സിൽ നമുക്കറിയാം 3 റോസ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. അപ്പൊ 3 റോസ് ആണുള്ളത്. ഇതിലെ ഏതെങ്കിലും 2 റോസിന്റെ ഇന്റർചേഞ്ച്, അപ്പൊ സപ്പോസ് ഫസ്റ്റ് ആൻഡ് തേർഡ് റോസ്, ആദ്യത്തതും മൂന്നാമത്തതും റോസ് ഇന്റർചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. R1 implies and implied by, ഇങ്ങനത്തെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. R1 implies and implied by R3. അതായത് R1 and R3 ഈ 2 റോസ് ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇതിലെ ഫസ്റ്റ് റോ തേർഡ് റോ ആവും, തേർഡ് റോ ഫസ്റ്റ് റോ ആവും. തേർഡ് റോ നമുക്ക് ഫസ്റ്റ് റോ ആയിട്ട് എഴുതാം. അതായത് 8 2 7. സെക്കൻഡ് റോയ്ക്ക് ഒരു ചേഞ്ചും വരില്ല, അതേപോലെ തന്നെ എടുത്ത് എഴുതാം 4 5 2. ഫസ്റ്റ് റോ എന്താവും? തേർഡ് റോ ആയിട്ട് മാറും. ദാറ്റ് ഈസ് 2 1 3. അപ്പൊ എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിലേക്ക് നമ്മൾ ഈ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണിത്. ഇതാണ് ഫസ്റ്റത്തെ റോ ട്രാൻസ്ഫോർമേഷൻ, ഇന്റർചേഞ്ച് ഓഫ് എനി 2 റോസ്. ഇവിടെ നമ്മളിപ്പോ ഫസ്റ്റ് ആൻഡ് തേർഡ് റോ ആണ് ഇന്റർചേഞ്ച് ചെയ്തത്. നമുക്ക് ഏത് 2 റോസ് വേണമെങ്കിലും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ജനറലി എഴുതുന്ന സമയത്ത് RI ഇന്റർചേഞ്ചസ് ടു RJ, ഇങ്ങനെയാണ് സിംബോളിക്കലി എഴുതുക. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് കോളം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇന്റർചേഞ്ച് ഓഫ് എനി 2 കോളംസ്. ഇവിടെ ഇന്റർചേഞ്ച് ഓഫ് എനി 2 റോസ് എന്നുള്ളടത്ത് ഇന്റർചേഞ്ച് ഓഫ് എനി 2 കോളംസ്.
അതാണ് ആദ്യത്തെ കോളം ട്രാൻസ്ഫോർമേഷൻ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ A is equal to matrix 2 7 3 4 0 2 minus 1 8 3. ഇതില് നമുക്കറിയാം 3 കോളംസ് ആണുള്ളത്. ഇത് ഫസ്റ്റ് കോളം, രണ്ടാമത്തെ കോളം, ഇത് മൂന്നാമത്തെ കോളം. 3 കോളംസ് ഉണ്ട്. ഇതില് ഏതെങ്കിലും 2 കോളംസിന്റെ ഇന്റർചേഞ്ച്, അതാണ് ഫസ്റ്റത്തെ കോളം ട്രാൻസ്ഫോർമേഷൻ. ഇനി ഇതിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളംസ്, ആദ്യത്തെയും രണ്ടാമത്തെയും കോളംസ് ഇന്റർചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ അത് നമ്മൾ സിംബോളിക്കലി C1 C2 ഇങ്ങനെയാണ് എഴുതുക. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളംസിന്റെ ഇന്റർചേഞ്ച്. അപ്പോൾ ഈ ഒരു മെട്രിക്സിലേക്ക് ഈ ഒരു കോളം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ സെക്കൻഡ് കോളം ആയിരിക്കും ഫസ്റ്റ് കോളായിട്ട് വരിക, അതായത് 7 0 8. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളാവും, അതായത് 2 4 -1. തേർഡ് കോളം നമുക്ക് അതുപോലെ തന്നെ എഴുതാം, 3 2 3. അപ്പൊ ഈ ഒരു മെട്രിക്സിലേക്ക് ഈ പറഞ്ഞ കോളം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇത്. ഇതാണ് ഫസ്റ്റത്തെ കോളം ട്രാൻസ്ഫോർമേഷൻ, ഇന്റർചേഞ്ച് ഓഫ് എനി 2 കോളംസ്. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളംസ് ആണ് ഇന്റർചേഞ്ച് ചെയ്തത്. അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ CI ഇന്റർചേഞ്ചസ് ടു CJ, ith ആൻഡ് jth കോളംസിന്റെ ഇന്റർചേഞ്ച്. ഇതാണ് ഫസ്റ്റത്തെ കോളം ട്രാൻസ്ഫോർമേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ റോ ട്രാൻസ്ഫോർമേഷൻ നോക്കാം. The multiplication of the elements of any row by a non-zero number. അതായത് ഒരു മെട്രിക്സിലെ ഏതെങ്കിലും ഒരു റോയിലത്തെ എലമെന്റ്സിനെ ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് രണ്ടാമത്തെ റോ ട്രാൻസ്ഫോർമേഷൻ. ഫോർ എക്സാമ്പിൾ A is equal to 1 2 0 3 2 1. ഏതെങ്കിലും ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യാം. ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഇവിടെ 2 റോസ് ഉണ്ട് അല്ലെ, ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു റോയിലത്തെ എലമെന്റ്സിനെ, ഇപ്പൊ സപ്പോസ് ഞാൻ സെക്കൻഡ് റോയിലത്തെ എലമെന്റ്സ് ആണ് കൺസിഡർ ചെയ്യണത്. ഈ സെക്കൻഡ് റോയിലത്തെ എലമെന്റ്സിനെ ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് നമ്മൾ എങ്ങനെയാണ് സിംബോളിക്കലി എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ റോയിൽ നമ്മൾ എടുക്കണേ. സോ R2 ചേഞ്ചസ് ടു K ടൈംസ് R2. ഇവിടെ K എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണെങ്കിലും ആവാം. സപ്പോസ് ഞാൻ K is equal to 2 ആണ് എടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? R2 ചേഞ്ചസ് ടു 2 ടൈംസ് R2. ഇതാണ് രണ്ടാമത്തെ റോ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഈ ഒരു മെട്രിക്സിലേക്ക് ഈ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഫസ്റ്റ് റോയില് ഒരു വ്യത്യാസവും ഇല്ല, കാരണം നമ്മൾ ഓൺലി സെക്കൻഡ് റോ മാത്രമേ ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് റോ നമുക്ക് അതുപോലെ തന്നെ എടുത്തെഴുതാം, 1 2 0. ഇനി രണ്ടാമത്തെ റോയിലെ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3 into 2 6, 2 into 2 4, 1 into 2 2. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന പുതിയ മെട്രിക്സ്. രണ്ടാമത്തെ റോ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ഏതെങ്കിലും ഒരു റോയിലത്തെ എലമെന്റ്സിനെ ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ സെക്കൻഡ് റോ ആണ് കൺസിഡർ ചെയ്തത്. അപ്പൊ ജനറലി എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ RI ചേഞ്ചസ് ടു K ടൈംസ് RI. ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ റോ ട്രാൻസ്ഫോർമേഷൻ സിംബോളിക്കലി എഴുതണത്. ഇപ്പോ രണ്ടാമത്തെ റോ ട്രാൻസ്ഫോർമേഷന്റെ കറസ്പോണ്ടിങ് കോളം ട്രാൻസ്ഫോർമേഷൻ, ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ എലമെന്റ്സ് ഓഫ് എനി കോളം ബൈ എ നോൺ സീറോ നമ്പർ. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു റോയിലത്തെ എലമെന്റ്സിനെ ആയിരുന്നു ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോളം ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുമ്പോൾ ഒരു മെട്രിക്സിനകത്തുള്ള ഏതെങ്കിലും ഒരു കോളത്തിലത്തെ എലമെന്റ്സിനെ ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ A is equal to matrix 2 0 1 3 2 4. ഇവിടെ
3 കോളംസ് ആണുള്ളത് അല്ലേ? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോളത്തിലെ എലമെന്റ്സിനെ ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് സെക്കൻഡ് കോളം ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇവിടെ ഞാൻ സെക്കൻഡ് കോളത്തിലത്തെ എലമെന്റ്സ്, ഓക്കെ, സെക്കൻഡ് കോളത്തിലെ എലമെന്റ്സിനെ ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട്, സപ്പോസ് k is equal to 2, രണ്ടാമത്തെ കോളത്തിലെ എലമെന്റ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? C2 changes to, കാരണം നമ്മൾ സെക്കൻഡ് കോളല്ലേ കൺസിഡർ ചെയ്യണം. സോ C2 changes to k ടൈംസ്, ഇവിടുത്തെ k എന്ന് പറയുന്നത് 2 ആണ്. സോ 2 ടൈംസ് C2. അപ്പോൾ ഈ ഒരു മെട്രിക്സിലേക്ക് ഈ ഒരു കോളം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഫസ്റ്റ് കോളത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എടുത്തെഴുതാം. സെക്കൻഡ് കോളത്തിൽ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അതായത് സെക്കൻഡ് കോളത്തിലുള്ള എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 0 into 2 0, 2 into 2 4. അപ്പൊ സെക്കൻഡ് കോളം ഇതുപോലെ ട്രാൻസ്ഫോം ആവും. തേർഡ് കോളം നമ്മൾ ഒന്നും ചെയ്യണില്ല. സോ തേർഡ് കോളം അതുപോലെ തന്നെ എടുത്തെഴുതാം. ഇതാണ് രണ്ടാമത്തെ കോളം ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ ജനറലി എഴുതുന്ന സമയത്ത് ഇവിടെ നമ്മളിപ്പോ സെക്കൻഡ് കോളം കൺസിഡർ ചെയ്തിട്ടാണ് എഴുതിയത്. ജനറലി എഴുതുന്ന സമയത്ത് CI ജസ്റ്റ് ടു k ടൈംസ് CI. ഇനി നമുക്ക് മൂന്നാമത്തെ റോ ട്രാൻസ്ഫോർമേഷൻ നോക്കാം. ദ അഡീഷൻ ടു ദ എലമെന്റ്സ് ഓഫ് എനി റോ, the corresponding elements of any other row multiplied by any non-zero number. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. A is equal to matrix 2 1 0 3 2 4. ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം 2 റോസ് ഉണ്ട് അല്ലെ? ഇത് ഫസ്റ്റ് റോ, ഇത് രണ്ടാമത്തെ റോ. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു റോയിലത്തെ എലമെന്റ്സിനെ ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സപ്പോസ് സെക്കൻഡ് റോയിലത്തെ എലമെന്റ്സിനെ ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട്, സപ്പോസ് k is equal to 2, 2 എന്ന് പറയുന്ന ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട് രണ്ടാമത്തെ റോയിലുള്ള എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 3 into 2 6, 2 into 2 4, 4 into 2 8. ഇനി നമ്മൾ ഈ ഫസ്റ്റ് റോയിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലുള്ള ഈ എലമെന്റ്സിനെ നമുക്ക് ഈ കിട്ടിയ പുതിയ നമ്പേഴ്സുമായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. അതായത് 2 plus 6, 2 plus 6 8, 1 plus 4 5, 0 plus 8 8. അപ്പൊ ഫസ്റ്റ് റോനെ നമ്മൾ ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്തു. സെക്കൻഡ് റോ അതുപോലെ തന്നെ എടുത്തെഴുതാം. 3 2 4. അതായത് നമ്മളിപ്പോ ഇവിടെ ചെയ്തത് ഫസ്റ്റ് റോനെ ട്രാൻസ്ഫോം ചെയ്തു. അപ്പൊ നമുക്കത് എങ്ങനെ സിംബോളിക്കലി എഴുതാം? R1 ചേഞ്ചസ് ടു R1 പ്ലസ് 2 ടൈംസ് R2 അല്ലെ? അതായത് സെക്കൻഡ് റോയിലുള്ള എലമെന്റ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 എന്ന് പറയുന്ന നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടുന്ന നമ്പേഴ്സിനെ ഫസ്റ്റ് റോയിലുള്ള എലമെന്റ്സുമായിട്ട് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ചെയ്ത ഓപ്പറേഷൻ ഇങ്ങനെ സിംബോളിക്കലി എഴുതാം. R1 ചേഞ്ചസ് ടു R1 പ്ലസ് 2 ടൈംസ് R2. ഇത് ജനറലി എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ Ri ചേഞ്ചസ് ടു Ri പ്ലസ് 2ന് പകരം ഏത് നോൺ സീറോ നമ്പർ വേണമെങ്കിലും വരാം. സോ k ടൈംസ് Rj. അതായത് ഒരു റോയിലത്തെ എലമെന്റ്സിനെ ആദ്യം നമ്മൾ ഒരു നോൺ സീറോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന നമ്പേഴ്സിനെ വേറൊരു റോയിലുള്ള കറസ്പോണ്ടിങ് എലമെന്റ്സുമായിട്ട് ആഡ് ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ റോ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നമുക്ക് ഈ മൂന്നാമത്തെ റോ ട്രാൻസ്ഫോർമേഷൻ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ലെറ്റ് A is equal to matrix 1 0 minus 2 3 1 2
4 7 6. ഇപ്പോൾ നമ്മളിവിടെ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മൂന്നാമത്തെ റോ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഈ ഒരു മെട്രിക്സിലേക്ക് R2 gives R2 plus -3 R1. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പുതിയ മെട്രിക്സ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ റോനെയാണ് ട്രാൻസ്ഫോം ചെയ്യണത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് റോയ്ക്കും തേർഡ് റോയ്ക്കും ഒരു വ്യത്യാസവും വരില്ല. അപ്പൊ നമുക്ക് ആ രണ്ട് റോസ് അതേപോലെ എടുത്തെഴുതാം. ഫസ്റ്റ് റോ അതുപോലെ തന്നെ എടുത്തെഴുതാം. അതേപോലെ ലാസ്റ്റ് റോയും 4 7 6. ഈ രണ്ട് റോസിന് ഒരു വ്യത്യാസവും വരില്ല. കാരണം നമ്മൾ സെക്കൻഡ് റോയ്ക്ക് മാത്രമേ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി സെക്കൻഡ് റോ എങ്ങനെയാണ് ചേഞ്ച് ആവണം നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിന്റെ കൂടെ -3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിന്റെ കൂടെ -3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 1 into -3 -3, 0 into -3 0, -2 into -3 that is +6. അല്ലെ, ഫസ്റ്റ് റോയിലത്തെ എലമെന്റ്സിന്റെ കൂടെ -3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എലമെന്റ്സ് ആണ് -3 0 6. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സെക്കൻഡ് റോയിലത്തെ എലമെന്റ്സിന്റെ കൂടെ ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ പുതിയ 3 എലമെന്റ്സ് ആഡ് ചെയ്യാൻ പോവാണ്. അതായത് 3 + -3. 3 + -3 എന്താണ്? 0. 1 + 0 1. 2 + 6 8. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ സെക്കൻഡ് റോ ട്രാൻസ്ഫോം ആവാം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുതിയ മെട്രിക്സ് ഇങ്ങനെയായിരിക്കും. ഇതാണ് തേർഡ് റോ ട്രാൻസ്ഫോർമേഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ കോളം ട്രാൻസ്ഫോർമേഷൻ നോക്കാം. The addition to the elements of any column, the corresponding elements of any other column multiplied by any non-zero number. ഇതിന്റെ കറസ്പോണ്ടിങ് കോളം ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് സിംബോളിക്കലി എഴുതുക? ഇവിടെ റോയ്ക്ക് പകരം കോളാക്കിയിട്ട് എഴുതാം. അതായത് CI changes to CI plus K times CJ. ഇവിടെ റോയ്ക്ക് പകരം ഇവിടെ കോളാക്കിയിട്ട് എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A is equal to matrix 1 0 2 0 -1 2. ഈ ഒരു മെട്രിക്സിൽ രണ്ട് കോളംസ് ഉണ്ട്. ഇത് ഫസ്റ്റ് കോളം, ഇത് രണ്ടാമത്തെ കോളം. ഇനി നമ്മൾ ഇതിലേക്ക് C2 gives C2 plus -2 times C1. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്ന മെട്രിക്സ്? ഇവിടെ ഫസ്റ്റ് കോളത്തിന് ഒരു ചേഞ്ചും വരില്ല. കാരണം നമ്മൾ സെക്കൻഡ് കോളം മാത്രമേ ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് കോളം നമുക്ക് അതുപോലെ എടുത്തെഴുതാം. 1 2 -1. ഇനി രണ്ടാമത്തെ കോളം എങ്ങനെയാണ് ട്രാൻസ്ഫോം ആവുക? അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കോളത്തിന്റെ കൂടെ -2 മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് കോളത്തിലെ എലിമെന്റ്സിന്റെ കൂടെ -2 മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 into -2 എന്ന് പറയുമ്പോൾ -2, 2 into -2 എന്ന് പറഞ്ഞാൽ -4. അടുത്തത് -1 into -2 ദാറ്റ് ഈസ് +2. അപ്പൊ നമുക്ക് പുതിയ 3 എലമെന്റ്സ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സെക്കൻഡ് കോളത്തിലത്തെ എലമെന്റ്സിന്റെ കൂടെ നമുക്ക് ഈ കിട്ടിയ 3 നമ്പേഴ്സ് ആഡ് ചെയ്യാം. അതായത് 0 plus -2 -2, 0 plus -4 -4, 2 plus 2 4. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന പുതിയ മെട്രിക്സ്. ഇത്രയാണ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ്. 3 റിലേറ്റഡ് ടു റോസും 3 റിലേറ്റഡ് ടു കോളംസും. അങ്ങനെ ടോട്ടലി 6 ട്രാൻസ്ഫോർമേഷൻസ്.